നമ്മുടെ ഡീമൺ സ്ലെയർ ആനിമയിലെ ഡീമൺ കിങ് എന്നറിയപ്പെടുന്ന മൂസാൻ എത്രത്തോളം വലിയൊരു ഈഗോയിസ്റ്റിക് ക്യാരക്ടർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ മുന്നിൽ നിവർന്നു നിന്ന് നേരെ സംസാരിക്കാൻ പോലും ഒരുത്തനും ധൈര്യം കാണൂല. മുട്ടുകുത്തി തല താഴ്ത്തി മാത്രമേ മൂസാനോട് സംസാരിക്കാൻ പാടുള്ളൂ. അതും ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല, ശബ്ദം കുറച്ചേ സംസാരിക്കാൻ പാടുള്ളൂ. എന്തിനേറെ പറയുന്നു, സംസാരിക്കണമെങ്കിൽ പോലും അവന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത്രയും വലിയ ഈഗോയിസ്റ്റിക് ക്യാരക്ടറായ മൂസാൻ തന്നെ ഒരുത്തനെ കണ്ട പേടിച്ച് കണ്ടം വഴി ഓടുമായിരുന്നു. ലോകത്തുള്ള സകലമാന ഡീമൺസിനും അവനൊരു പേടി സ്വപ്നമായിരുന്നു. അവന്റെ പേരാണ് യോറിച്ചി സുഗിഗുനി. ഇതിനും മാത്രം ബിൽഡപ്പ് കൊടുക്കാൻ ഇയാൾ എന്ത് കോപ്പാടാ ചെയ്തേ എന്ന് നിങ്ങൾ ചോദിക്കാം. വേറെ ഒന്നും വേണ്ട ഗൈസ്, വെറും ഒരൊറ്റ ഇൻസിഡന്റ് വെച്ച് തന്നെ യോറിച്ചി എത്രത്തോളം ശക്തിശാലിയായ ആളാണെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് പണ്ട് സെങ്കോക്കു പീരീഡിൽ യോറിച്ചി ഡീമൺ സ്ലെയർ കോപ്സിൽ ജോയിൻ ചെയ്ത് വെറും കുറച്ച് നാളുകൾക്കകം തന്നെ യോറിച്ചിയും ഡീമൺ കിങ് ആയ മൂസാനും തമ്മിൽ വളരെ യാദൃശികമായി കണ്ടുമുട്ടുവാണ്. സോ മൂസാനെ കണ്ട യോറിച്ചി ഇവനാണ് എല്ലാ ഡീമൺസിനും തലവനെന്നും ഇവനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതെന്നും സ്വയം തീരുമാനിച്ച് യോറിച്ചി പുള്ളിയുടെ എക്സ്റേ വിഷൻ യൂസ് ചെയ്ത് മൂസാന്റെ ബോഡി സ്കാൻ ചെയ്ത് അവന്റെ 7 ഹേർട്സും 5 ബ്രെയിൻസും ബോൺ അലൈൻമെന്റ് ബ്ലഡ് ഫ്ലോ തുടങ്ങി മൂസാന്റെ മൊത്ത ബോഡിയുടെയും ബ്ലൂ പ്രിന്റ് തന്നെ എടുക്കും. സോ യോറിച്ചി തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് അറ്റാക്ക് ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയ അതിബുദ്ധിശാലിയായ മൂസാൻ അവൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുമെന്ന് പറഞ്ഞ് യോറിച്ചിക്ക് നേരെ ഫുൾ സ്ട്രെങ്തിൽ ചാടി പാഞ്ഞു വരും. ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരൊറ്റ വെട്ട മൂസാന്റെ 2 കൈ മറ്റ് താഴെ കിടക്കും. ശേഷം പാതി അറ്റ 2 കൈ കൊണ്ടും വെട്ടുകൊണ്ട തല താഴെ വീഴാതിരിക്കാൻ വേണ്ടി മരണഭയം കൊണ്ട് മൂസാൻ താങ്ങി പിടിക്കും. അത്രേ ഉള്ളൂ, ബാറ്റിൽ ഓവർ. യെസ് ഗൈസ്, ഞാൻ സത്യമാണ് പറയുന്നത്. അതല്ലാതെ ആ ഒരു ഫൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായി മറ്റൊന്നും തന്നെ ഇല്ല. വെറും ഒരൊറ്റ വെട്ടിൽ തന്നെ കിങ് ഓഫ് ഡീമണായ മൂസാനെ തന്നെ ഡിഫീറ്റ് ആക്കും. ലോകത്തിലുള്ള സകലമാന ആളുകൾക്കും എന്നും ഒരു ഭയമായി നിലനിന്നിരുന്ന മൂസാന്റെ കണ്ണുകളിൽ തന്നെ അന്നാദ്യമായി മരണഭയം വരും. ബിക്കോസ് അത്രയും വലിയ ഇൻകംപയറബിൾ ബീസ്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന, ഒട്ടുമൊത്ത ഡീമൺ സ്ലെയർ യൂണിവേഴ്സിലെ തന്നെ പവർ ഹൗസ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു മുതലാണ് യോറിച്ചി സുഗിഗുനി.